ഇന്നെനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട അനുഭവത്തെ പറ്റിയാണ് പറയാനുള്ളത് കേട്ടോ. ശരിയായ രീതിയിൽ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും എൻ്റെ അനുഭവം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇന്നെനിക്ക് പുതിയ സിലിണ്ടർ സപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു മണം വരുന്നുണ്ടെന്ന് എനിക്കൊരു സംശയം ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് സപ്ലയറെ വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ ഒരു മണം വരുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ അതൊന്ന് വന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കിപ്പോൾ വരാൻ സാധിക്കില്ല, എനിക്കിനി ആ ഏരിയയിൽ സപ്ലൈ വരുന്നത് വേറെ 2 ദിവസം കഴിഞ്ഞിട്ടാണ്, ബുധനാഴ്ച വരെ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര നല്ല ഒരു ലക്ഷണമായിട്ട് തോന്നാത്ത കാരണം തന്നെ ഞാൻ നമ്മുടെ തൃശ്ശൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ കോൺടാക്ട് ചെയ്യുകയും അവർ എനിക്ക് കോളിന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവരൊരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ, അതിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല, ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ അവിടെ വരികയും അത് ചെക്ക് ചെയ്തപ്പോൾ അതിൽ നല്ല രീതിയിലുള്ള ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അത് സീല് പൊട്ടിക്കാത്തത് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര അധികം പേടിയുണ്ടായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മാത്രമല്ല, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ സപ്ലയർ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആ സിലിണ്ടർ എടുത്തിട്ട് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോലെയുള്ളവർക്ക് ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അത്ര സേഫ് ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സപ്ലയേഴ്സിൻ്റെ തീരുമാനം മാത്രം നോക്കാതെ ഇങ്ങനെയുള്ള ഒരു ക്രോസ് ചെക്ക് വെരിഫിക്കേഷൻ എൻ്റെ ഓഫീസിൽ ഒരിക്കൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വരികയും അവർ തന്ന നമ്പറിൽ നിന്നാണ് ഞാൻ ഇന്നലെ കോൺടാക്ട് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ വളരെ കൃത്യമായിട്ട് വരികയും എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും സാധിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെയുള്ളൊരു ടീമിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതല്ല ഉണ്ടെങ്കിൽ പല അപകടങ്ങളും നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ താങ്ക് യു വെരി മച്ച്.